ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ ജാവ ലാബാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ സിലബസ് കാര്യങ്ങൾ നോക്കാം. ലാബ് എക്സാമിന് എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിക്കണം, ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 2 പാർട്ടുണ്ട്, അതായത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആപ്ലെറ്റ്, JDBC, സ്വിങ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസും, രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മെത്തേഡ് ഓവർലോഡിങ്, ഓവർ റൈഡിങ്, ഇൻഹെറിറ്റൻസ്, ത്രെഡ്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് പാർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സ്വിങ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് നോക്കിയിട്ട് പിന്നീട് ആപ്ലെറ്റ്, JDBC, അത് കഴിഞ്ഞിട്ട് പാർട്ട് 2 ആ ഒരു ഓർഡറിലാണ് നമ്മൾ വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എക്സ്റ്റേണലിൻ്റെ മാർക്കിൻ്റെ ഒരു ഡിവിഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ലോജിക്കിന് 10 മാർക്കുണ്ട്. ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ബേസ് ചെയ്താണ് പറയണേ. ലോജിക്കിന് ആദ്യത്തെ ക്വസ്റ്റിന് 10 മാർക്ക്, കറക്റ്റായിട്ട് കമ്പൈൽ ആവുകയാണെങ്കിൽ 8 മാർക്ക്, റിസൾട്ട് കറക്റ്റ് ആണെങ്കിൽ 7 മാർക്ക്. സെക്കൻഡ് വരുന്ന ക്വസ്റ്റിന് ലോജിക്ക് ശരിയാവുകയാണെങ്കിൽ 20 മാർക്ക്, കമ്പൈലേഷൻ സക്സസ് ആവുകയാണെങ്കിൽ 10 മാർക്ക്, റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുകയാണെങ്കിൽ 5 മാർക്ക്. ഇങ്ങനെയാണ് പ്രോഗ്രാംസിൽ നിന്നുള്ള മാർക്ക് വരുന്നത്. പിന്നുള്ള 10 മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം വൈവേന്ന് 10 മാർക്ക് വരുന്നുണ്ട്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ലാബ് റെക്കോർഡിൻ്റെ 10 മാർക്ക്. അങ്ങനെ മൊത്തം 80 മാർക്കിന് ആണ് ഈ ഒരു എക്സാം എക്സ്റ്റേണൽ വരുന്നത്. ബാക്കി 20 ഇൻറ്റേർണലാണ്. ഈ ഒരു വീഡിയോയിൽ സ്വിങ്ങിൽ JFrame നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ IntelliJ എന്ന് പറയുന്ന ഒരു IDE ആണ് യൂസ് ചെയ്യണത്. നിങ്ങൾ ചെയ്യുമ്പോൾ നോട്ട് പാഡിൽ ചെയ്യേണ്ടതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ IntelliJ പോലുള്ള IDE ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഓട്ടോ റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങളത് ഇപ്പോഴേ യൂസ്ഡ് ആയാൽ സിൻറ്റാക്സ് ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ വീഡിയോ പ്രിപ്പയർ ചെയ്യാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു IDE യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ജാവ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാധാ ജാവ ക്ലാസ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു വോയിഡ് മെയിൻ ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പം നിലവിലുള്ളത്. നമുക്കപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്വിങ്ങിൽ JFrame എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണേ ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഓരോ വീഡിയോയിൽ ഓരോ കമ്പോണൻ്റ് ആയിരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് സ്വിങ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ സ്വിങ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇമ്പോർട്ട് കമാൻഡ് വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇമ്പോർട്ട് സ്പേസ് ജാവ എക്സ് ഡോട്ട് സ്വിങ് ഡോട്ട് സ്റ്റാർന്ന് കൊടുക്കുകയാണെങ്കിൽ സ്വിങ് എന്ന് പറയുന്ന ആ ഒരു പാക്കേജിൻ്റെ അണ്ടറിൽ തന്നെ എല്ലാം ഒറ്റയടിക്ക് ഇമ്പോർട്ട് ആവും. അപ്പോൾ ഞാനിവിടെ സ്റ്റാറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. നമുക്ക് ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ട്, MyGUI എന്നും പറഞ്ഞിട്ട്. മെയിൻ മെത്തേഡ് അതിൻ്റെ അകത്താണ്. പക്ഷെ ഞാൻ ഈ ഒരു GUI കാര്യങ്ങൾ, സ്വിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ക്ലാസ്സിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് എന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. കാരണം നിങ്ങളിപ്പോൾ ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം, ഓവർ റൈഡൊക്കെ ചെയ്യാനൊക്കെ വരും. അപ്പോൾ അത് മെയിൻ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിന് മൈ ആപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു നെയിം കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ക്ലാസ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് മൈ ആപ്പിന് വേണ്ട കൺസ്ട്രക്ടറും പിന്നെ JFrameൻ്റെ ഡിക്ലറേഷനും, ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ JFrame ഡിക്ലെയർ ചെയ്യാണ്. അതിന് JFrame എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു വേരിയബിൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ JFrame ഡിക്ലെയർ ചെയ്ത്. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലാസ്സിൻ്റെ കൺസ്ട്രക്ടർ എഴുതണം. ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്താണ് നമ്മളുടെ JFrame ഒക്കെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മൈ ആപ്പ് എന്നും പറഞ്ഞിട്ട് ആ ഒരു കൺസ്ട്രക്ടർ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് എന്നിട്ട് ഞാൻ ആദ്യം JFrameനെ ഇനിഷ്യലൈസ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്രെയിം എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാണ്. ഫ്രെയിം ഈക്വൽ ടു ന്യൂ JFrame എന്നിട്ട് സെമിക്കോളൻ ഇടാം. അപ്പോൾ ഇത്രയും ചെയ്താൽ ഫ്രെയിം ക്രിയേറ്റ് ആയി. ഇനി അടുത്തത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രെയിം വിസിബിൾ ആവണം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഫ്രെയിം എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു ഫങ്ഷൻ ഉണ്ട്, സെറ്റ് വിസിബിൾ എന്നും പറഞ്ഞിട്ട്. അത് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ സെറ്റ് വിസിബിളിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ ബൂലിയൻ നമ്മൾ പാസ് ചെയ്യണം. ട്രൂ പാസ് ചെയ്താൽ
നമുക്ക് ആ ഒരു ഫ്രെയിം പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ക്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് മെയിൻ ഫംഗ്ഷനിൽ കോൾ ചെയ്യണം. അതാണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്തൊരു സിസ്റ്റം ഔട്ട് കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ ആ ഒരു ലൈൻ കളയാണ്. എന്നിട്ട് അവിടെ മൈ ആപ്പ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ മൈ ആപ്പ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആപ്പ് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യണേ. എന്നിട്ട് ന്യൂ മൈ ആപ്പ് എന്നും പറഞ്ഞിട്ടത് നമ്മൾ ഇനിഷ്യലൈസും ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ കണ്ടോ, ഇതിവിടെ ഈ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫ്രെയിം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിൻ്റെ സൈസോ കാര്യങ്ങളോ ഒന്നും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ സംഭവം വരാത്തത്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു കേസ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇപ്പം ഈ വന്ന നമ്മളുടെ ജെ ഫ്രെയിം ഉണ്ടല്ലോ, അവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. ഇത് പക്ഷെ നമ്മൾ ക്ലോസ് ചെയ്താലും ആക്ച്വലി പ്രോഗ്രാം ടെർമിനേറ്റ് ആവില്ല. അപ്പോൾ ആ ഒരു GUI ഹൈഡായി പോകത്തുള്ളൂ. അപ്പോൾ അതും നമുക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പ്രോഗ്രാം ശരിക്കും ടെർമിനേറ്റ് ചെയ്ത് ഈ ഒരു IDEയിൽ നിന്ന് തന്നെ ഞാൻ ചെയ്ത്, നിങ്ങളിപ്പോൾ ടെർമിനലിലാണ് ജാവ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അവിടെ Ctrl+C പ്രസ് ചെയ്താൽ മതി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. ഞാൻ സൈസ് സെറ്റ് ചെയ്ത് ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഫ്രെയിം എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് സെറ്റ് സൈസ് എന്നും പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൈസ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് നമുക്ക് വിഡ്ത്തും ഹൈറ്റും പറഞ്ഞു കൊടുക്കാം ആ ഒരു ഫ്രെയിമിൻ്റെ. ഇത് ചെയ്തിട്ട് ഞാൻ ഇനി ഒന്നുകൂടി ഈ പ്രോഗ്രാം റൺ ചെയ്യാണ്. അപ്പോൾ കണ്ടോ, നമ്മളുടെ ആ ഒരു വിൻഡോ ഇപ്പോൾ ഒരു സൈസൊക്കെ കിട്ടി, കുറച്ച് വലുതായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളപ്പോൾ ആ ഒരു ഫ്രെയിമിന് സൈസ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രെയിമിനൊരു ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ അതും സിമ്പിളാണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്രെയിം ഈക്വൽ ടു ന്യൂ ജെ ഫ്രെയിം എന്നും പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് ഇനിഷ്യലൈസ് ചെയ്തല്ലോ. അതിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും സ്ട്രിങ് ആയിട്ട്. അതിന് ഞാനിപ്പോൾ ഒരു മൈ ആപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ പാസ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഈ ഒരു പ്രോഗ്രാം ഒന്നുകൂടി തിരിച്ച് റൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ടൈറ്റിൽ ഇപ്പോൾ കിട്ടും. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജെ ഫ്രെയിമിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ സൈസും സെറ്റ് ആക്കേണ്ടതും. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്ലോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഗ്രാം ടെർമിനേറ്റ് ആവണില്ല എന്നുള്ള പ്രോബ്ലമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇത് കുറച്ചുകൂടിയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ടെർമിനൽ യൂസ് ചെയ്തിട്ട് ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുക. കാരണം നിങ്ങൾ എന്തായാലും എക്സാമിന് ടെർമിനലായിരിക്കുള്ളൂ യൂസ് ചെയ്യണത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ജാവ ഫയൽ കിടക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് ടെർമിനൽ ഓപ്പൺ ചെയ്തു. ഈ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആദ്യം ഈ ഒരു ജാവ ഫയൽ കമ്പയർ ചെയ്യാണ്. അപ്പോൾ JavaC സ്പേസ് MyGUI.java. അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ എക്സിക്യൂട്ട് ചെയ്ത്. ഇത് എക്സിക്യൂട്ട് ചെയ്ത് സക്സസ് ആണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കമ്പൈൽ ചെയ്തതിന് ശേഷം നമുക്ക് ആക്ച്വലി ആ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യണം. അതിന് ജാവ സ്പേസ് MyGUI എന്നും പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് MyGUI എന്നും പറഞ്ഞിട്ട് ഡയറക്റ്റ് കോൾ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ആ ഒരു MyGUI എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇപ്പോൾ എക്സിക്യൂട്ടായി. ആ ഒരു ജാവ ഫയലിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ടെർമിനലിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് കേഴ്സർ നെക്സ്റ്റ് ലൈനിൽ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രോഗ്രാം എക്സിക്യൂഷൻ മോഡിൽ ഇരിക്കുകയാണെന്നാണ്. ഇപ്പം ഞാനിവിടെ ഈ ഒരു ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത്, കാര്യം നമ്മളുടെ GUI ക്ലോസ് ആയി പോയെങ്കിലും ടെർമിനലിൽ ഇപ്പോഴും ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യേണ്ടെന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ Ctrl+C പ്രസ് ചെയ്തിട്ട് ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു വിഷയം. അപ്പോൾ അത് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനെന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട്. നമുക്ക് സെറ്റ് ഡിഫോൾട്ട് ക്ലോസ് ഓപ്പറേഷൻ എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു ഫംഗ്ഷൻ്റെ പേര്. അതിന് ഒരു പാരാമീറ്റർ പാസ് ചെയ്യണം.
പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ജെ ഫ്രെയിമിൻ്റെ അകത്ത് തന്നെ ഉള്ളൊരു കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആദ്യം ജെ ഫ്രെയിം എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഡോട്ട് ചെയ്യുക. ഇതിൻ്റെ അകത്ത് എക്സിറ്റ് ഓൺ ക്ലോസ് എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻറ്റീജറാണ് ഇതിൻ്റെ അകത്ത് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ഇനി നമുക്കിതൊന്നുകൂടിയും കമ്പൈൽ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കമ്പൈൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോഴും നേരത്തെ പോലെ തന്നെ നമ്മളുടെ ആ ഒരു പ്രോഗ്രാം ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ കേഴ്സർ നോക്കണമെങ്കിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ക്ലോസ് ബട്ടൺ ഞെക്കിയാലും ഇവിടെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് ഈ പ്രാവശ്യം അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കാരണം നമ്മളിപ്പോൾ അതിന് ഫിക്സ് ചെയ്തിട്ടുള്ള കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തപ്പോൾ കണ്ടോ, അത് നെക്സ്റ്റ് ലൈനിൽ അടുത്ത കമാൻഡ് ടൈപ്പ് ചെയ്യാവുന്ന രീതിക്ക് വന്നു. പക്ഷെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ-C പ്രസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ വരത്തുള്ളായിരുന്നു. അപ്പോൾ അതും ഫിക്സ് ചെയ്ത്. ഇത്രയും കാര്യങ്ങളാണ് ഫ്രെയിമിൻ്റെ അകത്ത് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ടത്. ഒരു ബേസിക് ആയിട്ടൊരു സ്വിങ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ആണ് ഈ ഒരു ഫ്രെയിം. പിന്നെ ഇതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് കുറച്ച് ഫങ്ഷൻസും കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യം ഉള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്ത് ലേ ഔട്ട് ഡിഫോൾട്ടായിട്ട് വരുന്നത് ബോർഡർ ലേ ഔട്ടാണ്. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ ഫ്രെയിം ഡോട്ട് സെറ്റ് ലേ ഔട്ട് എന്നും പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ സെറ്റ് ലേ ഔട്ടിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ലേ ഔട്ട് മാനേജർ ഏത് വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇതിലിപ്പം നമ്മളത് ഫോക്കസ് ചെയ്യണില്ല, പക്ഷെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. അതൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ബട്ടൺ പോലുള്ള കമ്പോണൻസ് നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനും ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് രണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.